നമ്മളിൽ ഒരുപാട് പേർക്കറിയാം തേജസ് എന്ന നമ്മുടെ യുദ്ധവിമാനം വേൾഡ് മാർക്കറ്റിൽ വിൽക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്നുവരെയും ഏതൊരു നാടും തേജസ് യുദ്ധവിമാനം വാങ്ങാൻ മുന്നിലേക്ക് വന്നില്ല. പക്ഷേ ഒരുപാട് കൺട്രീസുമായി കോമ്പറ്റീറ്റ് ചെയ്ത് ഫൈനലൈസ് ആയ ഒരു പ്രോഡക്റ്റാണ് ഈ തേജസ് എന്ന യുദ്ധവിമാനം. ഇപ്പോൾ അടുത്തിടെ അർജന്റീന S-16 എന്ന യുദ്ധവിമാനം വാങ്ങി. അതായത് അർജന്റീന ഈ ഒരു യുദ്ധവിമാനം വാങ്ങുന്നതിന് മുൻപ് നമ്മുടെ തേജസിനെയും JF-17 എന്ന വിമാനത്തെയും കൺസർവേഷനിൽ വെച്ചിരുന്നു. അവർ S-16 യുദ്ധവിമാനം കൺഫേം ചെയ്തതിനു ശേഷം അർജന്റീനയിലുള്ള ലോക്കൽ മീഡിയാസ് എന്തുകൊണ്ട് അർജന്റീന തേജസിനെയും JF-17 വാങ്ങാതെ S-16 വാങ്ങി എന്നുള്ളതിന്റെ കാരണം പറയുന്നു. ഇന്നത്തെ വീഡിയോയിൽ അവർ പറഞ്ഞ കാരണങ്ങൾ എന്തെല്ലാമാണ്, കൂടുതലായും നമ്മുടെ യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. ആദ്യത്തെ കാര്യം, അർജന്റീനയ്ക്ക് 3 യുദ്ധവിമാനങ്ങൾ ലിസ്റ്റിലുണ്ടായിരുന്നു. JF-17, S-16, തേജസ് എന്ന യുദ്ധവിമാനം. S-16 നോക്കിയാൽ ഈ ഒരു യുദ്ധവിമാനം പുതിയതല്ല, അത് ഒരു യൂസ്ഡ് വേരിയന്റ് ആണ്, സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. അതായിരുന്നു അവരവരുടെ വ്യോമസേനയ്ക്ക് വേണ്ടി വാങ്ങിയത്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് യുദ്ധവിമാനത്തെ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ യുദ്ധവിമാനങ്ങളായ തേജസ്, JF-17 എന്നത് ഏത് രീതിയിൽ കുറഞ്ഞു പോയി എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് ചില കാരണങ്ങൾ പറയുന്നു. ആദ്യത്തേത് തേജസിൽ നിന്ന് തുടങ്ങാം. ഈ തേജസ് യുദ്ധവിമാനം ഓടിച്ചു നോക്കിയ അർജന്റീനിയൻ പൈലറ്റ്സ് വളരെ ഇംപ്രസ് ആയി. അവരുടെ അഭിപ്രായം പോസിറ്റീവായിരുന്നു. എന്നാൽ ഏത് സ്ഥലത്താണ് അവർക്ക് നിരാശ ഉണ്ടായത് എന്ന് നോക്കിയാൽ തേജസിന്റെ ഇജക്ഷൻ സീറ്റ് എന്നത് നേരിട്ട് ബ്രിട്ടനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ്. അർജന്റീനയും ബ്രിട്ടനും ഒരുമിച്ച് ചേരില്ല എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ബ്രിട്ടീഷ് കോമ്പണൻസ് നമുക്ക് അർജന്റീനയ്ക്ക് സെല്ല് ചെയ്യാൻ സാധിക്കില്ല. അർജന്റീനയ്ക്ക് നമ്മൾ സെല്ല് ചെയ്യാൻ ശ്രമിച്ചാലും അവർ അത് വാങ്ങില്ല. കാരണം ഭാവിയിൽ അതവർക്ക് പ്രശ്നമായി വരുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതിനാൽ തുടക്കത്തിൽ അർജന്റീന ഈ ഒരു വിമാനം വാങ്ങണമെന്ന ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് പറഞ്ഞത് ഈ ഒരു കോമ്പണന്റ് മാത്രം ഞങ്ങൾ മാറ്റി നിങ്ങൾക്ക് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ അതുകൂടാതെ തേജസ് വിമാനത്തെ അവർ റിജക്ട് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതിന്റെ എഞ്ചിനായിരുന്നു. എഞ്ചിനിൽ പ്രശ്നമല്ല, പക്ഷേ ഈ എഞ്ചിൻ അമേരിക്കയിൽ നിന്ന് വരുന്നതാണ് പ്രശ്നം. അമേരിക്കയിൽ നിന്ന് നമ്മൾ F414 എന്ന എഞ്ചിൻ നമ്മുടെ തേജസ് മാർക്ക് 2-ലോ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഉണ്ടാക്കാനിരിക്കുന്ന ടെഡ് BF-നോ മറ്റ് വിമാനങ്ങൾക്കോ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളത് അറിയാം. എന്നാൽ F141ന്റെ കഥ വേറെയാണ്, F404ന്റെ കഥ മറ്റൊന്നാണ്. F414 എന്നത് ടെക്നോളജി ട്രാൻസ്ഫർ വഴി 80% നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഉൽപ്പാദനം ചെയ്യാൻ പോകുന്നു. ആ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ അനുസരിച്ച് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ലിമിറ്റ് ഒന്നും വരില്ല. എന്നാൽ F404ൽ എന്ത് പ്രശ്നമെന്ന് ചോദിച്ചാൽ ജനറൽ ഇലക്ട്രിക് എന്ന കമ്പനി വർഷത്തിൽ എത്ര F404 എഞ്ചിൻ നിർമ്മിക്കുന്നുവോ അതിനനുസരിച്ചാണ് തേജസ് വിമാനങ്ങളെ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അടുത്ത വർഷം തന്നെ ഞങ്ങൾ ഒരു വർഷത്തിൽ 100 വിമാനങ്ങൾ നിർമ്മിക്കും എന്ന് പറഞ്ഞാൽ കൂടിയും ജനറൽ ഇലക്ട്രിക് പറഞ്ഞത് ഞങ്ങൾക്ക് 30 എഞ്ചിൻ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30 എയർഫ്രെയിം മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ. ഈ ഒരു സ്ഥലത്താണ് ഒരു പ്രശ്നമുണ്ടാകുന്നത്. ഇതാണ് അർജന്റീനയ്ക്ക് വലിയൊരു പ്രശ്നമായി മാറിയത്. തേജസ് എന്ന യുദ്ധവിമാനം ഞങ്ങൾ വാങ്ങി എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിയായ സമയത്ത് നൽകാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾ ശരിയായ സമയത്ത് നൽകിയാൽ കൂടിയും ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ സ്പെയർ പാർട്സ് നിങ്ങളെ കൊണ്ട് നൽകാൻ സാധിക്കുമോ? ഇപ്പോൾ പെട്ടെന്ന് ഫെക്ലാൻഡ്സ് എന്ന ഐലാൻഡ് ബ്രിട്ടീഷിൽ നിന്നും പിടിക്കാൻ അർജന്റീന ഒരു യുദ്ധം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സ് ആവശ്യമായി വരും. ഇതൊക്കെ ആവശ്യമുള്ള സമയത്ത് ഇന്ത്യക്ക് അത് നൽകാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. ഒരു നല്ല വിമാനമാണ് തേജസ് എന്നുണ്ടെങ്കിൽ കൂടിയും കംഫർട്ടബിളായ ഒരു പാർട്ട്ണറായി ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് തേജസിനെ റിജക്ട് ചെയ്തത്. അതായത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെയർ പാർട്സ് നൽകാൻ സാധിക്കുമോ എന്ന്. ഇതുവരെയും 40 തേജസ് വിമാനങ്ങൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അടുത്തത് JF-17ൽ വരാം. അതിൽ ഒരു ക്ലിയറായ അഡ്വാൻറ്റേജ് ഉണ്ട്, അതാണ് ചൈന. ഇത് പാകിസ്ഥാൻ മാത്രം നിർമ്മിച്ച ഒരു വിമാനമല്ല, പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിച്ചതാണ്. ഈ ഒരു യുദ്ധവിമാനത്തെ വാങ്ങി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചൈനയെ കൊണ്ട് സ്പെയർ പാർട്സ് സമയത്തിന് നൽകാൻ കഴിയും. കാരണം അവർക്ക് അത്രത്തോളം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. കൂടുതലായും JF-17 പാകിസ്ഥാനിലെ വ്യോമസേന ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ തന്നെ പല നാടുകൾക്ക് JF-17 എന്നത് എക്സ്പോർട്ടായി. അവരും ഈ ഒരു വിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അവരത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തേജസ് വിമാനത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചർ എക്സ്പീരിയൻസ്, സർവീസബിലിറ്റി, സ്പെയർ പാർട്സ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ JF-17 ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിനുള്ള പ്രധാന കാരണം അതിനെ ഒരുപാട് വ്യോമസേന ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സ്ഥലത്ത് JF-17 വാങ്ങിയിട്ടുണ്ടാകാമല്ലോ, എന്തിനാണ് പഴയ S-16 വാങ്ങിയത് എന്ന് ചോദിച്ചതിന് അർജന്റീന പറഞ്ഞൊരു കാര്യം JF-17ന്റെ എക്സ്പേർട്ട് വേരിയന്റിലുള്ള റേഡാർ സാങ്കേതിക വിദ്യ, വെപ്പൺ മാനേജ്മെന്റ് സിസ്റ്റം, അതിൻ്റെ മിസൈൽസ് ഇവയ്ക്കെല്ലാം ക്വാളിറ്റി കുറവാണ് എന്ന്. എക്സ്പേർട്ട് വേരിയന്റ് അവർ അവരുടെ നാട്ടിൽ തയ്യാറാക്കുന്ന പ്രോഡക്റ്റിനനുസരിച്ച് ഇല്ല എന്ന്.
ഈ ഒരു വിമാനത്തെ ഞങ്ങൾ ഓടിക്കുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിൽ തോൽക്കും എന്ന് പറഞ്ഞ് അർജന്റീനയിലുള്ള പൈലറ്റ്സ് ഓപ്പണായി തന്നെ പെർഫോമൻസിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ആയുധങ്ങളല്ലാതെ മറ്റൊരു പ്രശ്നം അർജന്റീന പറഞ്ഞത് MTBF എന്നതാണ്. MTBF എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിന് ഒരു പ്രത്യേക ദൂരം യാതൊരു പ്രശ്നവുമില്ലാതെ പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് MTBF എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാർ, ആ കാറിന് ഒരു ഗ്യാരണ്ടി കൊടുക്കും, മാനുഫാക്ചറിൽ നിന്നും ഒരു ഗ്യാരണ്ടി കൊടുക്കും. ആ ഗ്യാരണ്ടി ടൈമിനുള്ളിൽ എഞ്ചിന് യാതൊരു പ്രശ്നവും വരില്ല. എഞ്ചിൻ കാരണം വണ്ടി ബ്രേക്ക് ഡൗൺ ആകില്ല. അവർ പറഞ്ഞ ആ ഒരു സമയം വരെയും ആ കാർ നന്നായി തന്നെ പ്രവർത്തിക്കും. ആ ഒരു ഗ്യാരണ്ടി കാലയളവ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ എഞ്ചിൻ ഷോറൂമിൽ കൊണ്ടുപോയി അതിൻ്റെ കോമ്പണൻസ് എല്ലാം വ്യക്തമായി പരിശോധിക്കണം. ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഓടുന്നുണ്ടല്ലോ, ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് MTBF എന്ന് പറയുന്നത്. ഒരു കാറിന് 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം. ഇതേ സമയം ഫൈറ്റർ എഞ്ചിനാണെങ്കിൽ അത് 5000 മണിക്കൂർ ടു 8000 മണിക്കൂർ വരെ വരും. ടിപ്പിക്കലി അത്രയും കാണും. ഇപ്പോൾ ഈ 5000 to 8000 മണിക്കൂർ ഫൈറ്റർ എഞ്ചിനിൽ കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. കാരണം കാറിൽ നിങ്ങൾക്ക് സപ്പോസ് എഞ്ചിൻ ഫെയിലായി 1,00,000 കിലോമീറ്ററിനുള്ളിൽ എഞ്ചിൻ ഫെയിലായാൽ നമുക്കത് അപ്പോൾ തന്നെ ഊരി ഷോറൂമിലേക്ക് എടുത്തുകൊണ്ട് പോകാം. അതൊരു വലിയ കാര്യമല്ല. അതുകൊണ്ട് ആ ഒരു കാറിന് എന്തെങ്കിലും സംഭവിക്കുമോ, അതിനുള്ളിലെ വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഫൈറ്റർ ജെറ്റിൽ അങ്ങനെയല്ല. ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിൻ ഫെയിലായാൽ അത്ര തന്നെ പൈലറ്റിന്റെ ജീവന് തന്നെ അത് ആപത്താണല്ലോ. ഒരു ഫൈറ്റർ ജെറ്റ് എഞ്ചിനിൽ MTBF എന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം. കാറിന്റെ എഞ്ചിൻ പോലെയല്ല, വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. മാനുഫാക്ചർ ഒരു MTBF കൊടുത്തു, 5000 മണിക്കൂർ ഈ ഒരു എഞ്ചിൻ ഓടും, ഇതിൽ യാതൊരു പ്രശ്നവും വരില്ല എന്ന് പറയുന്നുവെന്നുണ്ടെങ്കിൽ കറക്റ്റ് 5000 മണിക്കൂർ ആ ഒരു എഞ്ചിൻ പ്രവർത്തിക്കും. അതിൽ യാതൊരു പ്രശ്നവും വരരുത്. ഇപ്പോൾ അതനുസരിച്ച് ചൈനയുടെ MTBF-ൽ അവർ ടൈം കൊടുത്തിരിക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിന്റെ എഞ്ചിൻ നോക്കിയാൽ 8000 മണിക്കൂർ വരെ പോകും. റഫേൽ എഞ്ചിൻസ് ഒക്കെ 8000 മണിക്കൂർ വരെയും അത് നിങ്ങൾ സർവീസ് ചെയ്യാതെ തന്നെ റൺ ചെയ്യാം. റഷ്യൻ എഞ്ചിൻസ് നോക്കിയാലും അതുപോലെ തന്നെയാണ്, 5000 to 8000 വരെ ഉണ്ടാകും. ഇങ്ങനെ അവർ ടൈം കൊടുത്തപ്പോൾ ഈ ചൈന കൊടുത്ത എഞ്ചിൻ ടൈം എന്നത് വളരെ വളരെ കുറവാണ്. അത് തന്നെ കാണിക്കുന്നത് അവരുടെ എഞ്ചിൻ വളരെ വളരെ റിലയബിലിറ്റി കുറവായ ഒരു കാര്യമാണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ കാണിക്കുന്നുവെന്ന് അർജന്റീനയിലുള്ള ഡിഫൻസ് എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, അതിലുള്ള ടെക് എന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെയല്ല. മറ്റൊന്ന്, ചൈനയുടെ എഞ്ചിൻ എന്നത് റിലയബിൾ അല്ല. ഈ 2 കാരണങ്ങൾ കാരണമാണ് JF-17 റിജക്ട് ചെയ്തത് അർജന്റീന. അടുത്തത് S-16 എന്തുകൊണ്ട് അവർ വാങ്ങി എന്നുള്ളതിലേക്ക് വരാം. S-16 സംബന്ധിച്ചിടത്തോളം അത് സെക്കൻഡ് ഹാൻഡ് വിമാനമായാലും പല വർഷങ്ങളായി ആ വിമാനം പറക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ആ വിമാനത്തെ ഉൽപ്പാദിപ്പിച്ച കമ്പനി സോൾവ് ചെയ്തിട്ടുണ്ട്. കൂടുതലായും ആ ഒരു വിമാനം നാറ്റോയിലുള്ള പല നാടുകളുടെ പക്കലുള്ളത് കൊണ്ട് അതിൻ്റെ വെപ്പൺസ് റേഞ്ച് എന്നത് വളരെ അധികമാണ്. അതായത് എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, GPS എയ്ഡഡ് ബോംബ്സ്, ഇങ്ങനെ നിങ്ങൾ ഏതെടുക്കുകയാണെങ്കിലും അതിൻ്റെ വേരിയൻറ്റ് S-16 മൗണ്ട് ചെയ്യാൻ സാധിക്കും. അത്രത്തോളം വളരെ വൈഡ് റേഞ്ച് ഓഫ് വെപ്പൺസ് നിങ്ങൾക്ക് S-16 എടുത്തുകൊണ്ട് പോകാം. ഇതൊരു കാര്യം. മറ്റൊന്ന് എന്തെന്ന് ചോദിച്ചാൽ, എത്ര തന്നെ സെക്കൻഡ് ഹാൻഡ് യുദ്ധവിമാനമായാലും അതൊരു പക്ഷേ റിപ്പയർ ആവുകയാണെങ്കിൽ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി എന്നത് അത്രയും കൂടുതലാണ്. കാരണം ലോകം മുഴുവനും ഒരുപാട് കൺട്രീസ് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളപ്പോൾ നിങ്ങൾക്ക് സ്പെയർ പാർട്സിൻ്റെ ഒരു വലിയ വെയർഹൗസ് തന്നെ ഉണ്ടാകും. ഇപ്പോൾ നാളെ ഒരു യുദ്ധം വന്ന് S-16 ഉപയോഗിച്ച് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ തന്നെ അവരുടെ വ്യോമസേനയെ നയിക്കാൻ സാധിക്കും. അവരുടെ വിമാനങ്ങൾ വളരെ നിസ്സാരമായി ശത്രു രാജ്യത്തെ നശിപ്പിക്കാൻ സാധിക്കും. അവർക്ക് കംഫർട്ടബിളായ പാർട്ട്ണർ ആയതുകൊണ്ട് ഈ ഒരു വിമാനം അവർക്ക് നല്ലൊരു ഓപ്ഷനായി തോന്നി. അതുമാത്രമല്ല, അമേരിക്ക എന്നത് എത്ര വലിയ കമ്പനിയാണെന്നുള്ളത് അവർക്കറിയാം. അവരുമായി ഒരു ഡീലിംഗ് വയ്ക്കുക നല്ല കാര്യമാണെന്നാണ് അവർ പറയുന്നത്. ഇത് കാരണമാണ് S-16 എന്ന യുദ്ധവിമാനം എത്ര പഴയ വിമാനമാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അത് വാങ്ങിയത്. തേജസ് വാങ്ങാതെ, JF-17 വാങ്ങാതെ. ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ഒരു ആയുധം വിൽക്കുന്നുവെന്നുണ്ടെങ്കിൽ ആ ആയുധത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പല കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. UNSCയിലുള്ള പെർമനന്റ് മെമ്പർഷിപ്പ് പോലും ചില സമയങ്ങളിൽ ആയുധം വാങ്ങുന്നതിൽ പ്രധാനപ്പെട്ട ഡിസിഷൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാൻ സാധിക്കൂ. ഇതുപോലെ തന്നെയാണ് ബ്രഹ്മോസ് എന്ന വിമാനവും. നമ്മുടെ തേജസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഞ്ചിൻ റീപ്ലേസ് ചെയ്യണം. അതിൻ്റെ വർക്ക്സ് പോകുന്നുണ്ട്. ആ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ കൊണ്ട് ലോക നാടുകളിലേക്ക് ഈ ഒരു വിമാനം എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കൂ. അതുവരെയും നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യരുത് എന്ന് പറയുന്നില്ല, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.